ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടെലികോം അപ്ഡേറ്റ്സ് മലയാളം. ഗൈസ്, ഇന്ന് ഈ വീഡിയോ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ ഏരിയയിൽ നല്ല കവറേജ് കിട്ടുന്ന ഏത് സിമ്മാണെന്ന് അറിയാൻ വേണ്ടിയുള്ള വീഡിയോ ആണ്. ആദ്യമായിട്ട് ഞാൻ വീഡിയോ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ജിയോയുടെ കവറേജ് നോക്കുന്നത്. രണ്ടാമത് ഞാൻ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് എയർടെലിൻ്റെ കവറേജ് നോക്കുന്നത്. മൂന്നാമതായിട്ട് നോക്കുന്നത് എങ്ങനെയാണ് VIയുടെ കവറേജ് നോക്കുന്നത്. കവറേജ് ഉള്ളതെന്ന് അറിയാൻ വേണ്ടി ആദ്യം ക്രോം നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളവിടെ ജിയോ കവറേജ് എന്ന് സെർച്ച് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് തരുന്നതാണ്. അതിൽ നിങ്ങൾക്ക് ഫസ്റ്റ് കാണുന്ന ഈ സൈറ്റാണ് 5G ആൻഡ് 4G കവറേജ് മാപ്പ് എന്ന് പറയുന്നത്. അതിൽ ഞങ്ങളിവിടെ ഇപ്പം തിരുവനന്തപുരത്തെ കവറേജ് മാപ്പ് നിങ്ങൾക്ക് അറിയേണ്ടതാണെങ്കിൽ ഇതിപ്പം 4G 5G ഉള്ളതിൻ്റെ ഇതാണ്. ഇപ്പം 4G വയലറ്റ് കളറും 5G ഒരു യെല്ലോ കളറിലാണ് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ 5Gയുടെ മാത്രം അറിയുന്നെങ്കിൽ ഇതേപോലെ 5G മാത്രം സ്വിച്ച് ചെയ്ത ശേഷം ഇതേപോലെ നിങ്ങൾക്ക് സൂം ചെയ്ത് ലൊക്കേഷൻ കംപ്ലീറ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതിപ്പം എൻ്റെ അടുത്ത ലൊക്കേഷനാണ് നിങ്ങൾക്ക് കാണിച്ചു നിൽക്കുന്നത്. 4G ആണെങ്കിൽ ഇതേപോലെ തന്നെ 4Gയിലോട്ട് സ്വിച്ച് ചെയ്യുക. അത് നിങ്ങൾക്ക് ഓരോ സ്ഥലങ്ങളായിട്ട് ഇപ്പം സൂം ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഏരിയയുടെ റേഞ്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്. എയർടെലിൻ്റെ കവറേജ് മാപ്പ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ എല്ലാ കമ്പനിയുടെയും കവറേജ് മാപ്പ് ഞാൻ നിങ്ങൾക്ക് ഇടാം. ഇതാണ് എയർടെലിൻ്റെ കവറേജ് മാപ്പ്. ഇതിലും നിങ്ങൾക്ക് ജിയോ പോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ സെർച്ച് ചെയ്ത് കാണാൻ പറ്റുന്നതാണ്. ഇതിപ്പോൾ മൊബൈൽ ആയതുകൊണ്ടാണ് നിങ്ങൾക്കിത് കംപ്ലീറ്റ് കറക്റ്റായിട്ട് കിട്ടാത്തത്. ഇതിപ്പോൾ നിങ്ങൾ PC അതോ ലാപ്ടോപ്പിൽ നിങ്ങൾ നോക്കുന്നെങ്കിൽ അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ 5G ഏരിയയൊക്കെ കറക്റ്റ് രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇതിപ്പോൾ ഫോണിൽ അത്രയും മനസ്സിലാക്കാൻ പറ്റില്ല. അതിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അത് ആ സൈറ്റിൻ്റെ പ്രോബ്ലമാണ്. ഇതുവരെയായിട്ട് അത് ഇവർ റെഡിയാക്കിയിട്ടില്ല. പക്ഷേ PC ലാപ്ടോപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ഇത് കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ നിങ്ങൾക്കിപ്പം കാണിക്കുന്നതാണ്. ഇതാണ് ആ PC ആ കറക്റ്റായിട്ടുള്ള എയർടെലിൻ്റെ കവറേജ് മാപ്പ് അറിയാൻ പറ്റുന്നത്. അത് ഇവിടെ ഇപ്പോൾ നിങ്ങൾ ഈ സെർച്ച് എന്ന് പറയുന്ന ഏരിയ നിങ്ങളുടെ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം സെർച്ച് ക്ലിക്ക് ചെയ്യുക. അതിന് തുടർന്ന് വരുന്ന ബട്ടണിൽ നിങ്ങൾക്കിവിടെ ഈ ചെക്ക് കവറേജ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതിൽ നിങ്ങൾ ഞെക്കുക. അതിൽ ഞെക്കപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഏരിയയുടെ കവറേജ് ഇപ്പോൾ 4G ആണോ അതോ 5G ആണോ, അതിൻ്റെ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ റേഞ്ച് ഉണ്ടെന്ന രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെയാണ് എയർടെലിൻ്റെ 4Gയും 5Gയും 2Gയും എങ്ങനെയുള്ള കവറേജ് എങ്ങനെയുണ്ടെന്നുള്ള നിങ്ങളുടെ ഏരിയയുടെ അറിയാൻ പറ്റുന്നത്. VI സിമ്മിൻ്റെ കവറേജ് ചെക്ക് ചെയ്ത് നോക്കാം. അതും ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ VIയുടെ കവറേജിൻ്റെ ലിങ്കിൻ്റെ സൈറ്റ് കൊടുത്തിരിക്കാം. കറൻ്റ്ലി ഇപ്പോൾ അവരെ സൈറ്റ് അപ്പാണ് എന്ന് തോന്നുന്നുണ്ട്. ഇന്നലെ വരെ അത് ഡൗൺ ആയിരുന്നു. ഇപ്പോൾ സൈറ്റ് എററായിട്ടാണ് കാണിക്കുന്നത്. ഞാനിപ്പോൾ സൈറ്റ് ഓൺ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ഇടാം. അതിന് മുമ്പ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു VIയുടെ കവറേജ് മാപ്പ് എന്നുള്ളത്. ഇത് ഈ വയലറ്റ് കളർ എന്ന് പറയുന്നത് 4Gയും ഈ ഓറഞ്ച് കളർ നമ്മളെ ജിയോ പോലെ തന്നെ ഒരു ഓറഞ്ച് കളർ പോലെയാണ് 5Gയും. 2G ബ്ലൂ കളറാണ് കാണിക്കുന്നത്. ഇതാണ് VIയുടെ 4G 2Gയുടെയും കവറേജ് മാപ്പ്. BSNL കവറേജ് മാപ്പിൻ്റെ ലിങ്ക് ഉണ്ട്. പക്ഷേ അതിപ്പോൾ സൈറ്റ് ഡൗൺ ആണ്. അതിപ്പം അവർ അപ്ഡേറ്റിന് ശേഷം ഞാൻ നിങ്ങൾക്ക് അതിൻ്റെയും കൂടി ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതാണ്. BSNLൻ്റെ കറൻ്റ്ലി ഇപ്പം എയർടെലിൻ്റെയും ജിയോയുടെയും VIയുടെയും സൈറ്റ് മാത്രമാണ് ഇപ്പം വർക്കിംഗ് ആയിട്ടുള്ളതും. അതും എയർടെൽ നിങ്ങൾക്ക് PC അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ മാത്രമേ കൃത്യമായിട്ട് അതിൻ്റെ ഒരു കവറേജ് മാപ്പ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ജിയോ ആണെങ്കിൽ കുഴപ്പമില്ല. കാരണം അത് കറക്റ്റ് രീതിയിൽ നിങ്ങൾക്ക് മൊബൈലിലായാലും PC കറക്റ്റ് രീതിയിൽ നിങ്ങൾക്ക് അതിൻ്റെ എക്സാക്റ്റ് റേഞ്ചിൻ്റെ ലൊക്കേഷൻ അറിയാൻ പറ്റും, എങ്ങനെയാണ് കവറേജ് എന്നുള്ളത്. പിന്നെ ഇതിൽ ഇവരെ സൈറ്റിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം കറക്റ്റായിട്ട് പൂർണ്ണമായി നമുക്ക് വിശ്വസിക്കാനൊന്നും പറ്റില്ല. കാരണം അവിടെ ഇവിടെയൊക്കെ നമുക്ക് നമ്മുടെ ഈ സൈറ്റുകൾക്ക് പോരായ്മയുണ്ട്.
പിന്നെ ഇതിപ്പം ഇവർ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തത് തന്നെ ഈ ട്രൈയുടെ ഒരു റൂൾ പ്രകാരമാണ്. നിങ്ങളുടെ ഏരിയയിൽ ഏത് സിമ്മിനാണ് ഏറ്റവും കൂടുതൽ റേഞ്ച് അതിൻ്റെ ഈ കവറേജ് മാപ്പ് കാണിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളൊരു ട്രൈയുടെ ഒരു റൂൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു തലത്തിലാണ് ഇവരിപ്പം ഈ ഒരു പദ്ധതി ഇവർ തയ്യാറാക്കിയിട്ടുള്ളത്, ഈ സൈറ്റിൻ്റെ കവറേജ് മാപ്പ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ബെല്ലൈക്കൺ ഇനേബിളും ചെയ്യുക. എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. എന്തെങ്കിലും തെറ്റുകളും കുറവുകളും ഉണ്ടെങ്കിൽ നിങ്ങളത് ക്ഷമിക്കുക. അടുത്ത വീഡിയോ തൊട്ട് നമുക്കത് റെഡിയാക്കാം. താങ്ക് യു ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.